അസ്സലാമലൈക്കും. ബോബനും മോളിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് പഴയ കാലത്തിലോട്ടൊക്കെ തിരിച്ചു പോകാൻ, അല്ലേ? പഴയ സ്കൂൾ ലൈഫ്, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന കൂട്ടുകെട്ടുകൾ, ഇരുന്ന ബെഞ്ചുകൾ എല്ലാം കാണാനും നമുക്ക് ആ കാലത്തിലോട്ട് തിരിച്ചു പോരാനും ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ വകയായിട്ട് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നടത്തിയൊരു പരിപാടിയായിരുന്നു തിരികെ സ്കൂളിലോട്ട് എന്നുള്ളത്. അപ്പോൾ തിരികെ സ്കൂളിലോട്ട് എന്നുള്ള ആ പരിപാടിക്ക് അവർ നടത്തിയ സമയത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത് അവർ വെച്ച ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. മറ്റേത് നമ്മുടെ ഒരു കുടുംബശ്രീയിലുള്ള ആളുകൾ മൊത്തം ആ ഒരു കുറച്ച് സ്ഥലങ്ങളിലുള്ളത് കൂടുതൽ ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇത് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മൊത്തമായിട്ട് അവർ കൂട്ടിയതായിരുന്നു, കുണ്ടൂട്ടിയിലുള്ള മൊത്തമായിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം മുസ്ലിയാരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചെറിയൊരു സ്കൂളിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അങ്കണം ഉണ്ടല്ലോ, അടിപൊളിയാണ്. എൻ്റെ പൊന്നോ, നമ്മുടെ പഴയ കാലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പറയില്ലേ, നമ്മൾ അങ്ങോട്ട് പോയി നമ്മളെ വലിച്ചു കൊണ്ടുപോയി പഴയ കാലത്തിലോട്ട്, അതേ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സ്കൂളിൻ്റെ മതിലുകളായിക്കോട്ടെ എല്ലാം. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ സഹ കൂട്ടുകാരിയായ കുടുംബശ്രീയിലെ അംഗം കൂടിയായ അയൽവാസിയും കൂടിയായ സാഹിറ ബാനുവും കൂടി ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറി. കൂടെ മോളും ഉണ്ട്. ക്ലാസ്സിലൊക്കെ കയറി ഇരിക്കുമ്പോഴേക്കും എല്ലാവരും നല്ല അച്ചടക്കമുള്ള പിള്ളേരായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും നല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം സീറ്റിലിരുന്ന് സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്ന പോലെ ബോർഡും അതിൽ ചോക്ക് വെച്ച് എഴുതിയതും, അവിടെ ശരിക്കും പണ്ട് നമ്മൾ പോയ ആ ഒരു ഇത് നമുക്ക് അവിടെ ഇരുന്നപ്പോഴേ കിട്ടി കേട്ടോ. നമ്മളൊക്കെ കുഞ്ഞു കുട്ടികളായ കൂട്ടായിപ്പോയി. പിന്നെന്താ, പരിചയമില്ലാത്ത ഒരിതുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അസംബ്ലി തുടങ്ങി. അസംബ്ലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഓരോ ക്ലാസ്സിലും ഇരുത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികൾ എന്ന് പറയാം അല്ലേ, അങ്ങനെ ആ വിദ്യാർത്ഥിനികളെ എല്ലാവരും പുറത്തിറക്കി നിർത്തി അവരൊന്ന് കുറച്ചൊരു പാട്ടൊക്കെ പാടി എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കേണ്ടായിരുന്നു. പക്ഷേ പ്രായം കൂടുതലായ പല ആളുകൾക്കും, പ്രായം ഇനി കൂടുതലല്ലെങ്കിൽ പോലും പലവർക്കും കൈകൊണ്ട് കാട്ടാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി വെപ്പിച്ചുകൊണ്ട് നമ്മുടെ സംഘാടകരൊക്കെ അടിപൊളിയായിട്ട് ആ പ്രോഗ്രാം അവർ നടത്തിക്കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സാഹസമൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടിയാണ് അസംബ്ലിയുടെ മെയിൻ പാർട്ട്. ഏതാണെന്നറിയോ? പ്രതിജ്ഞ, പ്ലെഡ്ജ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രതിജ്ഞ ചെല്ലാൻ വേണ്ടി മുന്നിൽ കൈ നീട്ടി നിൽക്കുമ്പോൾ നമ്മൾ പറയും, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങാറ്. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മൾ കുടുംബശ്രീയുടെ കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, അത്യാവശ്യം നമ്മുടെ ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതിനെ പറ്റിയും, പിന്നെ നമ്മൾ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനെ പറ്റി, അങ്ങനെ ഇങ്ങനെ അത്യാവശ്യം നമ്മൾ നല്ലപോലെ മനസ്സിൽ അടിച്ചുറപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ഒരു പ്രതിജ്ഞയായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ അറിയാലോ, നമ്മൾ പ്രതിജ്ഞ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിജ്ഞ ചെല്ലുമ്പോൾ കുറച്ചിങ്ങോട്ട് നീളം കൂടും. അങ്ങനെ നീളം കൂടുന്നതിനനുസരിച്ച് എല്ലാവരുടെ മുഖഭാവം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. ഒരു 5 മിനിറ്റ് തികച്ച് നിന്നില്ല, 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ കൈ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർ പിന്നീടുള്ള പ്രതിജ്ഞ ചെല്ലൽ കൈകൊണ്ടുള്ള താങ്ങിക്കൊണ്ടും, ഓരോരുത്തർ കൈ താങ്ങിക്കൊണ്ടും അയ്യോ ഇതെന്താ ഇപ്പം തീരൂലേ എന്നുള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു പ്രതിജ്ഞ ചെല്ലലിൻ്റെ ആ വലിയ ആ ഊർജമൊക്കെ അങ്ങ് കുറച്ചും കഴിഞ്ഞപ്പോൾ താഴാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പ്രതിജ്ഞ ചെല്ലൽ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്നായി പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ.
അങ്ങനെ പ്രതിജ്ഞ തീർന്നതോടുകൂടി കയ്യൊക്കെ ഓരോരുത്തരെ ഇളക്കിയും സന്തോഷം, ഭയങ്കര സന്തോഷം എല്ലാവരുടെ മുഖത്തും. അത് തീർന്നല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്ലാസ്സിൽ കയറി. അങ്ങനെ ക്ലാസ്സിൽ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി പയറുമണി പോലത്തെ നമ്മുടെ ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറിനെ പരിചയപ്പെടുത്തി ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. കുടുംബശ്രീയുടെ എന്തിനാണ് നമ്മൾ കുടുംബശ്രീ നടത്തുന്നത്, അല്ലെങ്കിൽ കുടുംബശ്രീനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അതിൽ നടത്തിപ്പിക്കാർ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, JDS അങ്ങനെ ഇങ്ങനെ, അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കർമ്മങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങിയവർ. അപ്പം അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഒരു പാട്ടും, ക്ലാസ് മാത്രം പോരല്ലോ, ഉഷാറായിട്ടൊരു പാട്ടും കൂടി പാടി ഞങ്ങളെല്ലാവരും ഉത്തേജിപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി വീണ്ടും കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത ശേഷം നമ്മൾ ക്ലാസ്സിലൊരു ഇനി ഒരു പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ടീച്ചർ പറഞ്ഞു, നമുക്കൊരു തിരുവാതിര ആയാലോ. അപ്പം പഠിച്ചിട്ടൊന്നുമില്ല, പല ഭാഗത്ത് നിന്ന് വന്ന ആളുകളാണ്, ആദ്യമായിട്ട് കളിക്കുന്ന പല ആളുകളും ഉണ്ട്. അപ്പം ടീച്ചർ തന്നെ പറഞ്ഞു, ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു തരാം, അതിനനുസരിച്ച് പാട്ടിടാം, അതിനനുസരിച്ച് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിൻ്റെ ഫോണിൽ ഒരു പാട്ടിടാൻ തയ്യാറായിക്കൊണ്ട് നമുക്ക് 1-2 സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ അവിടെ വെച്ച് തട്ടിക്കൂട്ടി ഒരു തിരുവാതിര അങ്ങ് കളിച്ചു. ഒരുവിധം കൂടി നിന്ന് എല്ലാവരെയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വരാൻ മടിച്ചു നിന്ന പല യോദ്ധാക്കളെയും ഞങ്ങൾ വിളിച്ച് കളത്തിലോട്ട് ഇറക്കുകയാണ് ചെയ്തത്. കാരണം അവർക്കുള്ളിൽ ആഗ്രഹമുണ്ട്, പിന്നെ മടിയാണ്. അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാൻ കളിച്ചാൽ എങ്ങനെയാവുമോ, നമുക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേ. അതുകൊണ്ട് അവരെ എല്ലാം വിളിച്ചിറക്കി നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ നമ്മളൊരു തട്ടിക്കൂട്ട് തിരുവാതിര അങ്ങ് കളിക്കാൻ തുടങ്ങി. മേശയൊക്കെ നീക്കി വെച്ച് തടസ്സം മാറ്റി വെച്ച് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ടീച്ചർ പഠിപ്പിച്ചു തന്ന് തിരുവാതിര കളിക്കുകയായിരുന്നു. പാൽവണീന്തും നോക്കി പാർവതി ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി അലഞ്ഞു. സംഭവം പാട്ട് ഇതൊന്നുമല്ല, ഫോണിലുള്ളൊരു പാട്ടായിരുന്നു. അതിട്ടേന കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ പാട്ട് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടില്ല. എങ്കിലും അണ്ണാറക്കണ്ണൻ തന്നാലായത് ഒന്ന് ഇടത്തോട്ട് എടുക്കുമ്പോൾ ഒന്ന് വലത്തോട്ടാണ്, എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ അന്നേരം അവിടെ കഴിച്ചു. അത് സംഭവം വിജയിപ്പിച്ചു. അങ്ങനെ തിരുവാതിരയുടെ നമസ്കാരം മുതൽ തുടങ്ങി കുമ്മിയടി വരെ ഞങ്ങൾ ഒരുവിധം കൊണ്ടെത്തിച്ചു. പറയാതിരിക്കാനും വയ്യ, അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം വീട്ടിനകത്ത് തന്നെ അടച്ചിരുന്ന പല ആളുകളും ഇന്നേ വരെ ഒരു കൈകൊണ്ടോ കാലുകൊണ്ടോ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നൃത്തമോ ഒരു സ്റ്റെപ്പോ എടുക്കാൻ മടിയുള്ള പല അമ്മമാരും അതിനകത്ത്, പല സ്ത്രീകളും അതിനകത്തുണ്ട്. പണ്ട് പൊടി തട്ടിയെടുത്ത് സ്കൂളിൽ പണ്ടെങ്ങും കളിച്ച പല ആളുകളുണ്ട്. ഇന്നേ വരെ സ്റ്റേജിൽ പോലും കയറാത്ത പല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവർക്കും കഴിയും എന്നുള്ളൊരു ഇതും കൂടിയായിരുന്നു, ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു ആ ഒരു അവസരം. അതൊക്കെ എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവാതിര ഞങ്ങൾ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് വീണ്ടും കണ്ടുകൊണ്ടിരുന്ന മറ്റുള്ള വിദ്യാർത്ഥിനികളുടെ ഒച്ചപ്പാട്, അത് പോരാ ഒപ്പനയും കൂടി ആവാം, അപ്പം എന്നാൽ പിന്നെ ആ ഒരു സാഹസം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അടുത്തത് ടീച്ചറുടെ വക തന്നെ തട്ടിക്കൂട്ടിയ നമ്മുടെ അതിലുള്ളൊരു ചേച്ചീനെ തലയിൽ തട്ടൊക്കെ ഇടിയിച്ച് സുന്ദരിയായിട്ട് നടുക്കോ മണവാട്ടിയായിട്ട് നിർത്തി. കസേര ഇട്ട് കൊടുത്ത് ഇരുത്താനൊന്നും സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിർത്തി തന്നെ ചെയ്തത്. എന്നിട്ട് ബാക്കി എല്ലാവരും സ്റ്റെപ്പുകളൊക്കെ തട്ടിക്കൂട്ടിയ സ്റ്റെപ്പുകളിട്ട് ഒരു ഒപ്പനയും കൂടെ അവിടെ പാസ്സാക്കി. പെണ്ണേ മണവാട്ടി പെണ്ണേ പെണ്ണേ മുഞ്ചുള്ള പെണ്ണേ നിന്റെ കല്യാണ രാത്രിതാ
അങ്ങനെ ഒരു പാട്ടൊന്നും അല്ല, എങ്കിലും ഒരു പാട്ട് അങ്ങ് പാടിയെന്നുള്ളൂ. അടിപൊളി ഒരു പാട്ട് തന്നെയായിരുന്നു. ഇതൊക്കെ ടീച്ചറിൻ്റെ ഫോണിലുള്ള പാട്ടുകളായിരുന്നു കേട്ടോ, ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ തട്ടിക്കൂട്ടി ഒപ്പനകളും അങ്ങോട്ട് ആലോചിച്ചും ഇങ്ങോട്ട് ആലോചിച്ച് അടുത്തത് ഏത് സ്റ്റെപ്പ് ഇടണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടും ഒക്കെ ഞങ്ങളൊരു ഒപ്പന അവിടെ കളിച്ചു കൂട്ടി. അങ്ങനെ നമ്മുടെ ഒപ്പനയുടെ പാട്ടും മേളവും എല്ലാം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാനായിരുന്നു. ഉച്ച സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ടീച്ചർ വീണ്ടും വന്നു. നമ്മുടെ ടീച്ചർ കുട്ടി വന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബശ്രീയിൽ വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർ കുടുംബശ്രീയിൽ വരാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടിയ പല ആളുകളും എന്തൊക്കെയാണ് കുടുംബശ്രീ മൂലം അവർക്കുണ്ടായ നേട്ടങ്ങൾ, അത് അവരെ എത്രത്തോളം മാറ്റിമറിച്ചു എന്നുള്ളതൊക്കെ ഓരോരുത്തർ അവരവരുടെ എക്സ്പീരിയൻസ് പറയുമായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടുകാരി ഇറങ്ങി അവളുടെ ഇതൊക്കെ നമ്മുടെ കുടുംബശ്രീനെ പറ്റിയുള്ള മെച്ചങ്ങളും മേന്മകളും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബശ്രീയിലുണ്ടോ? എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പല ആളുകളും വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാണ്ടിരുന്ന ഒരാളെ ഇട്ടും അയൽവാസികളെ പെട്ട് പോലും അവർ കോണ്ടാക്റ്റ് ഇല്ലാത്ത പല സ്ത്രീകളും പുറത്തോട്ട് ഇറങ്ങാനും പല കാര്യങ്ങൾ ചെയ്യാനും അറിയാനും, ബാങ്കിങ്ങിനെ കുറിച്ച് പോലും അറിയാത്ത പല ആളുകളുണ്ടായിരുന്നു. അതുപോലും പഠിച്ചത് കുടുംബശ്രീയിൽ വന്നിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ നമ്മൾ പിന്നെ അറിയാലോ, ക്ലാസ്സിലിരുന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയാനും ചോദിക്കാനും എല്ലാം തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞ് ഞങ്ങളെല്ലാവരും അന്ന് ആ പരിചയമില്ലാത്ത പല ആളുകളാണെങ്കിൽ പോലും, അന്ന് പല സ്ഥലത്തുനിന്ന് വന്നവരാണെങ്കിൽ പോലും നമ്മൾ അന്ന് എല്ലാവരുമായിട്ട് കൂട്ടായി. അങ്ങനെ പാട്ടുകളൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അവരവരുടെ കുടുംബശ്രീയിലുള്ള മെച്ചങ്ങൾ പറഞ്ഞ്, നമ്മുടെ കുടുംബശ്രീനെ പറ്റി ഏറ്റവും കൂടുതലുള്ള ഗുണങ്ങളല്ലേ നമ്മൾ പറയുക. അങ്ങനെ ദോഷങ്ങളൊന്നും അധികമൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ കുടുംബശ്രീ മേലേക്കാട്ട് കുടുംബശ്രീയാണ്, കൊണ്ടോട്ടിയിലുള്ള അടിപൊളി കുടുംബശ്രീ ആട്ടോ. ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ കുടുംബശ്രീനെ പറ്റി. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, വാസ്തവത്തിൽ തന്നെ പറയാണ്, നമ്മുടെ കുടുംബശ്രീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയോ പരിഭവമോ പലവർക്കും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ അങ്ങനെയാവണം, ഇങ്ങനെയാവണം, ഞാനാവണം സെക്രട്ടറി, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ പോകുന്ന അടിപൊളി കുടുംബശ്രീയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് നമ്മുടെ വകയായിട്ട് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. കാരണം ഇന്നേ വരെ ഞാനും ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അവിടെ വന്നിട്ട് പുറത്തോട്ട് അങ്ങനെ ഒന്നും ഇറങ്ങാറില്ല. അപ്പം നമ്മുടെ അയൽവാസിയായ പണ്ട് മുതലേ പരിചയമുള്ള സീനത്ത് എന്ന് പറഞ്ഞ ഒരു ഇത്തയാണ് എന്നെ കുടുംബശ്രീയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ക്ലാസ് അവസാനിച്ച ശേഷം പോവാൻ വേണ്ടി എല്ലാവരും റെഡി ആയപ്പോഴാണ് ഒരു ക്ലാസ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ നമുക്ക് മുന്നിലോട്ട് കാണിച്ചു തരാൻ പാകത്തിന് 2 ടീച്ചേഴ്സ്, ഫസ്റ്റ് എയ്ഡ്, അതുപോലെ നമ്മൾ പെട്ടെന്ന് ഒരു റോട്ടിൽ വെച്ച ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഷോക്കേറ്റാൽ, വെള്ളത്തിൽ വീണാൽ നമ്മൾ പകച്ചു പോകുന്നവരാണ് സ്ത്രീകളെല്ലാവരും, അല്ലേ? സ്ത്രീകളെന്ന് മാത്രമല്ല, നമ്മൾ ഒട്ടുമുക്കാൽ ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുള്ളൊരു ചെറിയ ഒരു ക്ലാസ് പോലെ, അല്ലെങ്കിൽ ഒരു മെലോ ഡ്രാമ പോലെ അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക ചെയ്തത്. അങ്ങനെ 2 പേരും കൂടി ഞങ്ങൾക്ക് നല്ല രീതിയിൽ, നല്ല മനസ്സിലാവുന്ന രീതിയിൽ സംശയങ്ങൾ തീർത്ത് ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും എടുത്ത് പറഞ്ഞു തരിക ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അപ്പം അവിടെ വിജയിച്ച കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർമാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പഴയ ആ ഒരു സ്കൂളിൻ്റെ ഒന്നും കൂടി ഒപ്പിയെടുത്തുകൊണ്ട് അടിപൊളി, നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന നല്ലൊരു സ്കൂളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.